നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇന്ന് ആരംഭിക്കാനിരിക്കെ ചെന്നൈ സൂപ്പർ കിങ്സിന് അപ്രതീക്ഷിതമായൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. മുൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ എം.എസ്. ധോണിക്ക് പരിക്കേറ്റു എന്നതാണ് ആ റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ കാൽ മസിൽ പരിക്കേറ്റതിനാൽ 2 ആഴ്ചത്തെ വിശ്രമം വേണം എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇക്കാര്യം ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. ഈ സീസൺ എം.എസ്. ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമെന്നും കപ്പ് നേടി ധോണിയെ രാജകീയമായി CSK യാത്രയയക്കുമെന്നുമെല്ലാം കാത്തിരുന്ന ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന വാർത്തയാണിത്. 2 ആഴ്ചയാണ് വിശ്രമം പറഞ്ഞിരിക്കുന്നതെങ്കിലും ധോണി ഈ സീസണിൽ തിരിച്ചുവരവ് നടത്തുക എന്നുള്ളത് അസാധ്യമായിരിക്കും എന്നുള്ള സൂചനകളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, അദ്ദേഹം 44 വയസ്സ് കഴിഞ്ഞ ഒരു താരമാണ്. ഇപ്പോഴും മികച്ച ഫിറ്റ്നസ് ഉണ്ട് എന്ന് CSK അവകാശപ്പെടുമ്പോഴും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത്തവണ നേരത്തെ തന്നെ പരിശീലനം ആരംഭിച്ച താരങ്ങളിൽ ഒരാളാണ് ധോണി. CSKയുടെ നെറ്റ്സിൽ തകർപ്പൻ സിക്സുകളെല്ലാം പറത്തി ധോണി ആവേശത്തോടെ ബാറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ CSK പങ്കുവച്ചിരുന്നു. ഇത് ആരാധകരെയും വലിയ ആവേശത്തിലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പരിശീലനത്തിന് ശേഷം ധോണി മടങ്ങിയത് തന്നെ അദ്ദേഹത്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പരിക്കുണ്ടെന്ന് വ്യക്തമാകുന്നതായിരുന്നു. അദ്ദേഹം പരിശീലനത്തിന് ശേഷം ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ച് പോയത് നടക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ്. കാലിന് വേദനയെ തുടർന്ന് അദ്ദേഹം നടക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ പരിശീലന കിറ്റ് വേറൊരു സ്റ്റാഫിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. കാരണം അദ്ദേഹത്തിന് അത്രത്തോളം ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അന്ന് തന്നെ ധോണിക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ CSK തന്നെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ പരിക്ക് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ധോണിക്ക് പരിക്കേൽക്കുമ്പോൾ CSK അത് എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ധോണി എന്നൊരു താരത്തിൻ്റെ സാന്നിധ്യം CSKയ്ക്ക് മാനസികമായി വലിയ കരുത്തേകുന്നതാണെങ്കിലും പ്രകടനം നോക്കുമ്പോൾ ധോണിയുടെ അഭാവം CSK കാര്യമായി ബാധിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ധോണിക്ക് പകരക്കാരനാകാൻ പറ്റുന്ന താരം തന്നെയാണ് ഇപ്പോൾ CSKയിലേക്ക് എത്തിയിരിക്കുന്നത്. ധോണിയുടെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പർ ആര് എന്നുള്ളതായിരിക്കും CSKയെ സംബന്ധിച്ച് ഏറ്റവും വലിയ തലവേദന ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം സഞ്ജു സാംസണെ പോലെ മികവ് തെളിയിച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇപ്പോൾ അവർക്കൊപ്പം ഉണ്ട്. ഇത്തവണ CSKയുടെ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസൺ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. ധോണിയുടെ അഭാവത്തിൽ സഞ്ജു തന്നെയാവും CSKയുടെ കീപ്പർ. കഴിഞ്ഞ ദിവസം നടന്ന പരിശീലന മത്സരത്തിലടക്കം സഞ്ജുവാണ് CSKയ്ക്ക് വേണ്ടി വിക്കറ്റ് കീപ്പറായി കളിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളി താരം CSKയുടെ വിക്കറ്റ് കീപ്പറായിട്ട് സീറ്റ് ഉറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇനി അറിയേണ്ടത് ധോണിക്ക് പകരക്കാരനായി ഫിനിഷർ റോളിലേക്ക് ആര് വരുമെന്നാണ്. ധോണി ഇത്തവണ കളിച്ചായിരുന്നെങ്കിൽ തന്നെ ഫിനിഷർ റോളിൽ വലിയൊരു പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പണ്ട് കഴിച്ച പോലെയുള്ള കാമ്പിയോകൾ കാഴ്ചവെക്കാൻ ഇപ്പോൾ ധോണിക്ക് സാധിക്കില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ധോണി മാറി നിൽക്കുന്നത് യുവതാരങ്ങൾക്ക് കൂടുതൽ വളർന്നു വരാനുള്ള അവസരം നൽകുകയും ടീമിന് അത് ഗുണകരമായി മാറുകയും ചെയ്യാനുള്ള സാധ്യതകളാണ് ഏറെ. എം.എസ്. ധോണിക്ക് പകരം ഫിനിഷർ റോളിൽ ഉർമിൽ പട്ടേലിനെ പരിഗണിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിയുന്നത്. കാരണം അദ്ദേഹം പവർ ഹിറ്ററായിട്ടുള്ള ബാറ്റ്സ്മാനാണ് ഉർവിൽ. ടോപ്പ് ഓർഡറിലാണ് അദ്ദേഹം കൂടുതൽ കളിക്കുന്നതെങ്കിലും ഫിനിഷർ റോളിലേക്കും മികവ് കാട്ടാൻ ഉർവിലിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഉർവിലിനെ ആ ഒരു അവസരം ലഭിച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനാവില്ല. മറ്റൊരു താരം സർഫറാസ് ഖാനാണ്. സർഫറാസ് ഖാൻ മധ്യനിരയിൽ മികവ് കാട്ടുന്ന ഒരു താരമാണ്. ആഭ്യന്തര ക്രിക്കറ്റിലെ സർഫറാസ് ഖാൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം വളരെ മികച്ചതുമായിരുന്നു. അതുകൊണ്ട് തന്നെ CSK സർഫറാസിന് ഒരു അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്. ധോണിയുടെ അഭാവത്തിൽ ശിവൻ ദുബയ്ക്ക് ജോലിഭാരം കൂടുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഫിനിഷർ റോളിലേക്ക് വരുമ്പോൾ ദുബയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കൂടുതൽ കരുത്തോടെ ദുബ കളിക്കേണ്ടി വരും. T20 ലോകകപ്പിലടക്കം അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ്. എന്തായാലും ധോണിയുടെ അഭാവം CSKയെ കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മാനസികമായി ആരാധകരെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ ധോണിയുടെ അഭാവം ടീമിന് ഗുണകരമായി മാറാനുള്ള സാധ്യതകളാണ് കൂടുതൽ. എന്തായാലും CSK കപ്പിലേക്ക് എത്തുമോ അതോ ധോണിയുടെ അഭാവത്തിൽ തിരിച്ചടികൾ നേരിടുമോ എന്നെല്ലാം കാത്തിരുന്ന് കണ്ടറിയാം.